ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രോമാസിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു. അതിൽ നിന്ന് സെൻട്രോമാസ് ഓഫ് ഡിഫറെൻറ്റ് റെഗുലർ ഓബ്ജക്ട്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്ലെനാർ ഓബ്ജക്ട്സിൻ്റെയാണ്. അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ പോലുള്ള പ്ലെനാർ റെഗുലർ ഷേപ്പുകളുടെ സെൻട്രോമാസ് ലൊക്കേഷൻ ആദ്യം പഠിക്കുകയാണ്. എന്നിട്ട് അവരുടെ കോമ്പിനേഷൻ പഠിക്കും. അപ്പോൾ നമ്മൾ എഴുതാണ് സെൻറ്റർ ഓഫ് മാസ് അഥവാ or centroid of planar objects. ഓക്കെ, അപ്പോൾ ഈ സെൻട്രോയിഡ് എന്ന് പറയുക, സെൻട്രോയിഡും സെൻട്രോമാസുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ് ഒരു ജോമെട്രിക്കൽ പാരാമീറ്ററാണ്. അതായത് ഒരു പർട്ടിക്കുലർ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ സെൻറ്ററിനെ പറ്റി. ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അല്ലേ. അതേപോലെ ട്രയാങ്കിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മീഡിയൻ, ഒരു മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവാം. ഇതിനൊക്കെ നമ്മൾ മാത്സിൽ കുറച്ച് ലൊക്കേഷൻ പഠിച്ചിട്ടുണ്ട്. മീഡിയൻ ദാ ഈ ആംഗിളിൻ്റെ മീഡിയനും ഇതിൻ്റെ മീഡിയനും ഒക്കെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസും സെൻട്രോയിഡും ഒന്ന് തന്നെ ആയിരിക്കും വെൻ ദ പ്ലെനാർ ഓബ്ജക്ട്സ് ആർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഡെൻസിറ്റി ഒന്നും മാറ്റമില്ല, അങ്ങനെയുള്ള ഒരേ ടൈപ്പ് മെറ്റീരിയലാൽ ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അവരുടെ സെൻറ്റർ ഓഫ് മാസ് സെൻട്രോയിഡ് എപ്പോഴും കോയിൻസൈഡ് ചെയ്യും. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ കൂടുതലും സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ സ്കൂൾ ടൈമിൽ പഠിച്ച മാത്സ് തന്നെയാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഈ റെക്റ്റാങ്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നമുക്കൊരു റെഫറൻസ് സിസ്റ്റം വേണം, ഒരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. ഞാൻ ഈ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണ്. സോ ദിസ് എ കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ എക്സ് ആണ്. അപ്പം മിഡ് പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണെങ്കിൽ ഡെഫിനറ്റ്ലി സെൻറ്റർ എന്ന് പറയുന്നത് പകുതി ദൂരത്ത് വരും അല്ലേ ഒറിജിനിൽ നിന്ന്. അപ്പോൾ ഇത് ഇത്ര എ ഉണ്ട്. അപ്പോൾ ഒറിജിനിൽ നിന്ന് a/2 ഡിസ്റ്റൻസിലായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ. അതേപോലെ എക്സ് ആക്സിസ് എന്നുള്ള ദൂരം നോക്കുകയാണെങ്കിൽ b/2 ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവും. നേരെ ബി എൻ്റെ പകുതി എന്ന് പറയുന്നത് b/2. അപ്പോൾ കോർഡിനേറ്റ് എഴുതുന്നത് നമുക്ക് a/2, b/2. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കാണാൻ പഠിച്ച് വയ്ക്കേണ്ട കാര്യമല്ല. അതായത് ഇത് റെഫറൻസ് ഇതിട്ട് പഠിച്ച് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്. അതായത് ഞാൻ റെക്റ്റാങ്കിൾ ഇവിടെ തരാം, ടൈപ്പ് പോയിന്റ് തരാം, എന്നിട്ടാണ് എൻ്റെ സൈഡ് തന്നു. ഈ സൈഡ് എ ആണ്, എൻ്റെ സൈഡ് ബി ആണ്. അപ്പോഴേ കയറി പറയരുത് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് a/2, b/2 ആണെന്ന്. അല്ല, ഇവിടെ ഒറിജിനായി ഈ കോർണർ ഒറിജിൻ ആയിരുന്നുകൊണ്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റും. ഇവിടെ ഒറിജിൻ ദാ ഇവിടെ ആണ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസുകൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയാണ് ഈ ഡിസ്റ്റൻസ് L1 ആണ്, ഈ ഡിസ്റ്റൻസ് L2 ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ ഇവിടെ ആണെന്നറിയാം. അപ്പോൾ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇതാ ഇത്രയും ദൂരമുണ്ട് അല്ലേ, ഇത്രയും ദൂരമാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ദൂരം L1 ആണ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും a/2 ആയിരിക്കും അല്ലേ, എയുടെ ഹാഫ് വാല്യൂ. അതുകൊണ്ട് XCM എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് എന്തെടുക്കാം, L1 + a/2. ഓക്കെ, മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കുട്ടികൾ എപ്പോഴും പെട്ടെന്ന് ജഡ്ജ്മെൻറ്റിലേക്ക് പോകും, അങ്ങനെയല്ല. ഇനി അതേപോലെ സെൻറ്റർ ഓഫ് മാസിൻ്റെ നമ്മൾ y ആക്സിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ദൂരം പ്ലസ് ഈ ദൂരം ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, y കോർഡിനേറ്റ് കിട്ടുള്ളൂ. ഈ ദൂരം ഞാൻ തന്നിട്ടുണ്ട് L2 ആണ്, ദിസ് ഇസ് L2. ഇനി ഈ ഹൈറ്റ് ഇത്രയും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണ് അല്ലേ. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ദൂരം എന്ന് പറയുന്നത് b/2 ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ b/2ഉം L/2 കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം L2 + b/2. ഇതാണ് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഫിഗർ, ഇതൊരു റെഫറൻസ് ഫിഗറായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ബാക്കി ഏത് കോർഡിനേറ്റ് വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡേറ്റ. ക്ലിയർ? അപ്പോൾ ഞാനൊരു മറ്റൊരു കേസ് പറയാം. ഇതേപോലെ തന്നെ ഒരു സ്ക്വയർ എടുക്കുകയാണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ആക്സിസ് ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, നമ്മൾ റെഫറൻസ് ആക്സിസ് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അതായത് തന്നെ ഒരു കോർണർ ഒറിജിനിൽ ഇരിക്കുകയാണ്, 0, 0 ഇരിക്കുകയാണ്. സൈഡ് നേരത്തെ പറഞ്ഞ പോലെ എ ആണെന്നെങ്കിൽ വാട്ട് ഈസ് എ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ. സ്ക്വയർ ആണ് എ ആണെങ്കിൽ ഈ സൈഡ് ഈ സൈഡും എ ആണ് ഉണ്ടാവും. അപ്പോൾ സെൻറ്റർ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നേരെ പകുതി വരില്ലേ, ആണ് a/2 വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a/2 വരും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ XCM YCM എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, a/2, a/2 കിട്ടും. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, സൈഡ് എ ആണ്. ഈ ഡിസ്റ്റൻസ് ഇത് ഞാൻ L2 തരുന്നു, ഈ ഡിസ്റ്റൻസ് ഞാൻ L1 തരുന്നു.
അപ്പോൾ സെൻട്രോ മാസ് ഇതാണ്. അപ്പോൾ ഈ ദൂരം അറിഞ്ഞിരിക്കണം അല്ലേ. ഇത്രയും ദൂരമാണ് സെൻട്രോ മാസ് ലൊക്കേഷൻ XCM വരിക. അപ്പോൾ ഇവിടെ വരെ L1 ഉണ്ട്, ബാക്കി A/2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, L1 + A/2. ഓക്കെ, അതേപോലെ YCM എന്ന് പറയുമ്പോഴത്തേക്ക് YCM = L2. ഇത്രയും തന്നെ L2 ഉണ്ട്, ബാക്കി അല്ലേ. ബാക്കി എന്ന് പറയുന്നത് ഇത്രയും ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ L2 + നമുക്ക് എന്ത് ചെയ്താൽ A/2 എടുക്കാൻ പറ്റും.